ഉൽപ്പത്തി അധ്യായം 39. ജോസഫ് ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ടു. അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായേല്യരുടെ കയ്യിൽ നിന്ന് ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പോത്തിഫർ എന്ന ഈജിപ്തുകാരൻ അവനെ വാങ്ങി. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഐശ്വര്യവാനായിരുന്നു. ഈജിപ്തുകാരനായ തൻ്റെ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് അവൻ്റെ കരം വഴി മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു. ജോസഫ് അയാളുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. അവൻ അയാളെ ശുശ്രൂഷിച്ചു. അയാൾ അവനെ തൻ്റെ ഭവനത്തിൻ്റെ മേൽ നിയോഗിക്കുകയും തനിക്കുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ജോസഫിനെ ആ ഈജിപ്തുകാരൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള എല്ലാറ്റിന്മേലും ചുമതലപ്പെടുത്തിയപ്പോൾ മുതൽ അവനെ പ്രതി കർത്താവ് അയാളുടെ ഭവനത്തെ അനുഗ്രഹിച്ചു. അയാളുടെ വീട്ടിലും വയലിലുമായി അയാൾക്കുണ്ടായിരുന്ന എല്ലാറ്റിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. അയാൾ തനിക്കുണ്ടായിരുന്നതെല്ലാം ജോസഫിൻ്റെ കയ്യിലാണ്